ഹലോ, വെൽക്കം ടു മാത് വിന്നർ. ആറാമത്തെ ക്ലാസ് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ലോജിക്. അപ്പം നമുക്ക് ഒരുപാട് ഇതിനെപ്പറ്റി പറയാതെ നമുക്ക് ഓരോ ടോപ്പിക്ക് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ സെൻറ്റൻസ് എന്താണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സെൻറ്റൻസ് നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മാത്സിലെ വരുന്ന ഇതല്ലല്ലേ സെൻറ്റൻസ് എന്താണെന്നൊക്കെ പഠിപ്പിക്കുന്നത്, മാത്സിലുള്ള കാര്യമല്ല. എങ്കിലും എന്താണ് നമുക്കിവിടെ അറിഞ്ഞിരിക്കണം. സെൻറ്റൻസസ് എന്താണ്? സെൻറ്റൻസസ് ആർ സ്ട്രിങ്സ് ഓഫ് വേർഡ്സ് ആൻഡ് സിമ്പിൾസ് ഹാവിങ് പ്രിസൈസ് മീനിങ്. പ്രിസൈസ് മീനിങ് അല്ലേ, പ്രിസൈസ് മീനിങ് ഉള്ള സിമ്പിൾസ് അല്ലെങ്കിൽ സ്ട്രിങ്സ് ഓഫ് വേർഡ്സിനെയാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സ്ട്രിങ്സ് ഓഫ് വേർഡ്സ് അല്ലെ, വേർഡുകളുടെ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ വേർഡുകളുടെ ഒരു ചെയിൻ അല്ലെ, വേർഡുകളുടെ ചെയിൻ അല്ലെങ്കിൽ സിമ്പിൾസ് ആയിരിക്കും അല്ലെ. എങ്ങനെയുള്ള വേർഡ്സും സിമ്പിൾസും ആണ്? പ്രിസൈസ് മീനിങ് ഉള്ള സ്ട്രിങ്സ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ സ്ട്രിങ്സ് ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അവർക്ക് എന്ത് വേണം? പ്രിസൈസ് മീനിങ് വേണം. ഓക്കെ, ഇത്രയും മതി. ഇനി അടുത്തൊരു കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. സെൻറ്റൻസസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത് രണ്ടും സെയിം ആണോ? സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കി സ്ട്രിങ്സ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ സ്ട്രിങ്സ് ഓഫ് സിമ്പിൾസ് അല്ലേ. പ്രിസൈസ് മീനിങ്ങും കൂടി വേണം. പ്രിസൈസ് മീനിങ് ഉള്ള സ്ട്രിങ്സ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ സ്ട്രിങ്സ് ഓഫ് സിമ്പിൾസ് ആണ് സെൻറ്റൻസസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റും സെൻറ്റൻസും സെയിം ആണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഓൾ സച്ച് സെൻറ്റൻസസ് ആർ ക്ലാസിഫൈഡ് ആസ് ബീങ് ട്രൂ ഓർ ഫോൾസ് ആൻഡ് ദേ ആർ കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ട്രൂ ഓർ ഫോൾസ് ആൻസേഴ്സ് തരുന്ന സെൻറ്റൻസുകളെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സെൻറ്റൻസ് തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റൻസ് തന്നെയാണ്. എല്ലാ സെൻറ്റൻസും സ്റ്റേറ്റ്മെൻറ്റ് ആകത്തില്ല. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് ആൻസർ തരുന്ന സെൻറ്റൻസുകളാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കണ്ടോ? ദിസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എയ്തർ ട്രൂ ഓർ ഫോൾസ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെവർ ബോത്ത് ഓർ ഇൻ ബിറ്റ്വീൻ. ട്രൂ അതേപോലെ തന്നെ ഫോൾസും. ട്രൂവും ഫോൾസും ഒരുമിച്ച് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ഇല്ല. അല്ലെങ്കിൽ ട്രൂവിൻ്റെയും ഫോൾസിൻ്റെയും ഇടയിലായിട്ട് വരുന്ന അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇല്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അല്ലാതെ രണ്ടും കൂടി ഒരുമിച്ച് വരുത്തുമില്ല. ട്രൂവിൻ്റെയും ഫോൾസിൻ്റെ ഇടയിലായിട്ടൊരു ആൻസർ ആ സ്റ്റേറ്റ്മെൻറ്റിന് വരുത്തുമില്ല. ഓക്കെ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ക്ലിയർ അല്ലേ? കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കുമ്പോൾ സെറ്റ് ആവും. ഇവിടെ നോക്കിയേ, 5 ഈസ് എ പ്രൈം നമ്പർ. 5 ഈസ് എ പ്രൈം നമ്പർ. ഇതെന്താണ്? സെൻറ്റൻസ് ആണ്. ഇതിനെന്താ ഒരു പ്രിസൈസ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. 5 ഈസ് എ പ്രൈം നമ്പർ. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണോ നോക്കാം. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനെന്താണ്? ആൻസർ ഒന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. 5 ഈസ് എ പ്രൈം നമ്പർ. ഇത് ട്രൂ വരുമോ അതോ ഫോൾസ് വരുമോ? 5 ഈസ് എ പ്രൈം നമ്പർ. 5 പ്രൈം നമ്പർ ആണ്. ട്രൂ അല്ലേ? 5 എന്താണ്? പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ആൻസർ എന്താ? ട്രൂ. അതുകൊണ്ട് ഇതെന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി 5 + 3 = 9. ഇത് ഫോൾസ് അല്ലേ? ഇത് ഫോൾസ്. ഇത് ആക്ച്വലി എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ,
മോസ്കോ ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ചൈന. എന്താണ്? ഫോൾസ് ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഫോൾസ് ആണ് അല്ലേ? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വരുന്ന സെൻറ്റൻസുകളെയാണ് അല്ലേ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ. ദിസ് സെൻറ്റൻസ് ഐ എം റീഡിങ് ഈസ് ഫോൾസ്. ഞാൻ വായിക്കുന്ന സെൻറ്റൻസ് തെറ്റാണ്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? അല്ല. വിച്ച് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം എന്താണ്? ഞാൻ വായിക്കുന്ന സെൻറ്റൻസ് ഫോൾസ് ആണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ വായിക്കുന്ന സെൻറ്റൻസ് ഫോൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ പറഞ്ഞ കാര്യം ശരിയാണ്. അവൻ പറഞ്ഞ കാര്യം ശരിയാണ്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ട്രൂ മാത്രമേ ഉള്ളൂ. ട്രൂ മാത്രമേ ഉള്ളൂ. അവൻ വായിക്കുന്നത് തെറ്റാണെന്ന് അവൻ പറഞ്ഞു. അതെന്താ? ശരിയായിട്ടുള്ള കാര്യമല്ലേ? അവൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമല്ലേ? അവൻ വായിക്കുന്നത് തെറ്റാണെന്ന് അവൻ പറഞ്ഞത് എന്താ? അവൻ പറഞ്ഞ കാര്യം ശരിയാണ്. അപ്പോൾ അതിന് ആൻസർ ട്രൂ മാത്രമേ വരുന്നുള്ളൂ. ഫോൾസ് വരുമോ? ട്രൂ ഓർ ഫോൾസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ട്രൂ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതെന്താണ്? സ്റ്റേറ്റ്മെന്റ് അല്ല. വിച്ച് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? ദ സെന്റൻസ് ഐ ആം റീഡിങ് ഈസ് ഫോൾസ്. അതെന്താണ്? അത് സ്റ്റേറ്റ്മെന്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ടോപ്പിക്ക്, നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ. ഡെഫിനിഷൻ നോക്കാം. ഫോർ എനി ഗീവൺ സ്റ്റേറ്റ്മെന്റ് എസ്. ക്യാപിറ്റൽ എസ് എന്താണ്? അത് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനെ നമുക്ക് ക്യാപിറ്റൽ എസ് എന്ന് വിളിക്കാം. there is another statement. അല്ലെ, അവിടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടി കാണും. വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടി കാണും. which is defined to be the statement that is true when s is false. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ് നമുക്ക് എന്താണ് എസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ, എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ ട്രൂ ആയിട്ടുള്ള വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും. എസ് എന്ന് പറഞ്ഞ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ ട്രൂ ആയിട്ടുള്ള വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും. എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ അതേ സമയം തന്നെ ട്രൂ ആയിട്ടുള്ള വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും. അല്ലെങ്കിൽ ഫോൾസ് വെൻ എസ് ഈസ് ട്രൂ, അല്ലെങ്കിൽ എസ് ട്രൂ ആകുമ്പോഴത്തേക്ക് അതേ സമയം തന്നെ ഫോൾസ് ആയിട്ടുള്ള വേറൊരു സ്റ്റേറ്റ്മെന്റും കൂടി കാണും. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് ദി നെഗേഷൻ ഓഫ് എസ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ നോട്ട് എസ്. ഇതിനെയാണ് നെഗേഷൻ ഓഫ് എസ് എന്ന് പറയുന്നത്. നെഗേഷൻ ഓഫ് എസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നോട്ട് എസ്, ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? എസ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും? നോട്ട് എസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്താ കുറച്ച് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കുമ്പോഴാണ് ഈ നെഗേഷൻ എന്താണെന്നുള്ളത് കൂടുതൽ ക്ലിയർ ആകുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഡെഫിനേഷനൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടും. അപ്പം നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടല്ലേ, 5 + 3 = 7. ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ്, സെന്റൻസുകളെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള സെന്റൻസുകളെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ 5 + 3 = 7. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? 5 + 3 = 7 എന്താണ്? ഫോൾസ് ആണ്. അപ്പം നോട്ടസിനെ ഞാൻ എഴുതാൻ പോകണം, നോക്കിക്കോണേ. 5 + 3 = 7 ഫോൾസ് ആണ്. അപ്പം നോട്ടസ് എങ്ങനെ എഴുതാം? 5 + 3 നോട്ട് ഈസ് ഈക്വൽ ടു 7. ഇതെന്താണ്? ട്രൂ അല്ലേ? ഇത് ട്രൂ അല്ലേ? ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മുടെ എസ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ ഓഫ് എസ് നോട്ട് എസ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ എന്താണ്? ട്രൂ ആണ്. ഇനി തിരിച്ച് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ നെഗേഷൻ ഫോൾസ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ ആ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ.
2 + 3 = 5. ഇതെന്താണ്? ട്രൂ ആണ്. അപ്പം നമ്മുടെ നോട്ട് ടെസ്റ്റ് എങ്ങനെ എഴുതാം? 2 + 3 ≠ 5. ഇതിപ്പോൾ ഫോൾസ് അല്ലേ? ക്ലിയർ അല്ലേ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അപ്പം നോട്ട് ടെസ്റ്റ് ഫോൾസ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. റൈറ്റ് ദി നെഗേഷൻ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ നെഗേഷൻ. അപ്പോൾ ഞാൻ ഇതെന്താ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി, ഐ വിസിറ്റഡ് ഹെർ പ്ലേസ് ഓൺ സൺഡേ. അപ്പോൾ ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ട്രൂ ആണ്. ഇത് ട്രൂ ആണെങ്കിൽ നമ്മുടെ നെഗേഷൻ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ നെഗേഷൻ ഫോൾസ് ആണ്. അപ്പോൾ നമ്മുടെ നോട്ടീസ് നോക്കിയേ, ഐ ഡിഡിൻറ്റ് വിസിറ്റഡ് ഹെർ പ്ലേസ് ഓൺ സൺഡേ. ഇവിടെ എന്താണ് പറഞ്ഞത്? ഐ വിസിറ്റഡ്. നമ്മുടെ നോട്ടീസിലേക്ക് വന്നപ്പം ഐ ഡിഡിൻറ്റ് വിസിറ്റഡ് അല്ലേ, ഞാൻ വിസിറ്റ് ചെയ്തില്ല. സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? വിസിറ്റ് ചെയ്തു. നോട്ടീസ് ഞാൻ വിസിറ്റ് ചെയ്തില്ല. ആ ഒരു ലോജിക്ക് കിട്ടിയില്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ദി മാർക്കറ്റ് വിൽ നോട്ട് ബി ഓപ്പൺ ഇൻ ദി ഈവനിങ്. വിൽ നോട്ട് ബി ഓപ്പൺ ഇൻ ദി ഈവനിങ്. അപ്പൊ നോട്ടീസ് എന്ത് വരും ഇവിടെ? ദ മാർക്കറ്റ് വിൽ ബി ഓപ്പൺ ഇൻ ദി മോർണിംഗ്. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദി സ്ക്വയർ ഓഫ് ദി ഇൻറ്റീജർ n ഈസ് ഡിവിസിബിൾ ബൈ ദി പ്രൈം p. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി വായിക്കാം. ദി സ്ക്വയർ ഓഫ് ദി ഇൻറ്റീജർ n ഈസ് ഡിവിസിബിൾ ബൈ ദി പ്രൈം p. ഇൻറ്റീജർ n-ന്റെ സ്ക്വയർ പ്രൈം p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ അതിന്റെ നെഗേഷൻ നോട്ടീസ് എന്താ പറയുന്നത്? ദി സ്ക്വയർ ഓഫ് ദി ഇൻറ്റീജർ n ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ ദി പ്രൈം p അല്ലേ? ഇൻറ്റീജർ n-ന്റെ സ്ക്വയറിനെ പ്രൈം p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മുടെ നെഗേഷൻ പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, x² + 3 = 27. അപ്പൊ നോട്ടീസ് എങ്ങനെ വരും? x² + 3 ≠ 27 അല്ലെ? ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പറയുന്നതിനാണ് നമ്മൾ നെഗേഷൻ എന്ന് പറയുന്നത്. സിമ്പിളി എത്രയാണ് നമ്മുടെ ലോജിക്ക് വരുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകണേ, സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് ക്വാണ്ടിഫയേഴ്സ്. ഇപ്പൊ നമ്മൾ എന്താണ് സാധാ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്, അതേപോലെ തന്നെ അതിന്റെ നെഗേഷൻ എന്താണെന്നാണ് നോക്കിയത്. ഇനി അടുത്ത ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് ക്വാണ്ടിഫയേഴ്സ്. എന്താണ് സംഭവം നോക്കാം. കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, S1 ഉം S2. S1 നോക്കിയേ, there is a rotten apple in the basket അല്ലേ? നമ്മുടെ ബാസ്കറ്റിൽ ഒരു റോട്ടൺ ആപ്പിൾ ഉണ്ട്. ബാസ്കറ്റിൽ ഒരു റോട്ടൺ ആപ്പിൾ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കി, ഓൾ ആപ്പിൾസ് ഇൻ ദി ബാസ്കറ്റ് ആർ റൈപ്പ്. നമ്മുടെ ബാസ്കറ്റിലുള്ള എല്ലാ ആപ്പിൾസ് എന്താണ്? റൈപ്പാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സംഭവം നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ് S1 asserts that the statement the apple is rotten holds for at least one of the apples in the basket. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്ന നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1 പറയുന്ന നോക്കിയേ, ദി ആപ്പിൾ ഈസ് റോട്ടൺ. ആപ്പിൾ ഈസ് റോട്ടൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഹോൾസ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ആപ്പിൾസ് ഇൻ ദി ബാസ്കറ്റ്. ദി ആപ്പിൾ ഈസ് റോട്ടൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ആ ബാസ്കറ്റില് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ആപ്പിളിനാണ് ഹോൾഡ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ്മെന്റ് അല്ലെ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ആപ്പിൾസ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരാപ്പിള് അല്ലെ? ഇവിടെ നോക്കിയേ, there is a rotten apple in the basket. അതിലെന്താ? ഒരു റോട്ടൺ ആപ്പിൾ ഉണ്ട് എന്ന് വെച്ചാൽ അതിൽ ഒരു റോട്ടൺ ആപ്പിൾ മാത്രമേ ഉള്ളെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അതിൽ ഒരു റോട്ടൺ ആപ്പിൾ ഏറ്റവും കുറഞ്ഞതുണ്ട്. അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കണം. there is a rotten apple in the basket എന്ന് പറഞ്ഞാൽ അതിൽ ഒരു റോട്ടൺ ആപ്പിളെ ഉള്ളെന്നല്ല അർത്ഥം. ഏറ്റവും കുറഞ്ഞത് ഒരു ആപ്പിള് അതിലുണ്ടെന്നാണ് അർത്ഥം. അതിൽ കൂടുകയും ചെയ്യാം. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദി സ്റ്റേറ്റ്മെന്റ് S1 asserts that ദി സ്റ്റേറ്റ്മെന്റ് ദി ആപ്പിൾ ഈസ് റോട്ടൺ അല്ലേ? ദി ആപ്പിൾ ഈസ് റോട്ടൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഹോൾസ് ഫോർ
അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ആപ്പിൾസ് ഇൻ ദി ബാസ്ക്കറ്റ്, ആ ബാസ്ക്കറ്റിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ആപ്പിൾസിന് ഹോൾഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് ദി എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. അവിടെ വരുന്ന ക്വാണ്ടിഫയർ ഏതാണ്? എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ആപ്പിൾസ് ഇൻ ദി ബാസ്ക്കറ്റ് അല്ലെ, there is a rotten apple in the basket. ആ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ക്വാണ്ടിഫയർ ഏതാണ്? എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ്. അവിടെ എല്ലാമെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാമെന്ന് പറഞ്ഞിട്ടില്ല, there is എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? അറ്റ്ലീസ്റ്റ് വൺ, ഏറ്റവും കുറഞ്ഞത് ഒന്ന്, അതിൽ കൂടുതലാകാം, ആകാതെ ഇരിക്കാം. ഓക്കെ അല്ലേ? രണ്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ വരുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ്. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഏതാണ്? there exist. കണ്ട, there exist, ഇതാണ് നമ്മുടെ ഇവിടുത്തെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, there existന് ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഡെഫിനിഷനൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമുക്ക് എന്താ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് എങ്ങനെ നോക്കാം, എങ്ങനെ ചെയ്യാം, അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അടുത്ത നോക്കിയേ, ദ സ്റ്റേറ്റ്മെന്റ് S2, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് asserts that this statement the apple is ripe അല്ലേ, the apple is ripe എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആർക്കൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത്? ഫോർ എവറി ആപ്പിൾ ഇൻ ദി ബാസ്ക്കറ്റ് അല്ലേ, ആ ബാസ്ക്കറ്റിലുള്ള എല്ലാ ആപ്പിളിനും ഈ സ്റ്റേറ്റ്മെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഓൾ ആപ്പിൾസ് ഇൻ ദി ബാസ്ക്കറ്റ് ആർ റൈപ്പ്. ആ ബാസ്ക്കറ്റിലുള്ള എല്ലാ ആപ്പിൾസും റൈപ്പാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള എല്ലാ ആപ്പിൾസും റൈപ്പാണ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ദ ആപ്പിൾ ഈസ് റൈപ്പ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഹോൾഡ്സ് ഫോർ എവറി ആപ്പിൾ ഇൻ ദി ബാസ്ക്കറ്റ്. ആ ബാസ്ക്കറ്റിലുള്ള എല്ലാ ആപ്പിൾസിനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ് ദി യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഫോർ എവരി. അപ്പൊ അവിടെ വരുന്ന ക്വാണ്ടിഫയർ ഏതാണ്? യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ അല്ലെ, യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആയിട്ടുള്ള ഫോർ എവരി ആണ്, ഫോർ എവരി ആണ് അല്ലെ. കാരണം അവിടെ എന്താ, ദി ആപ്പിൾ ഈസ് റൈപ്പ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഹോൾഡ്സ് ഫോർ എവറി ആപ്പിൾ ഇൻ ദി ബാസ്ക്കറ്റ്. ആ ബാസ്ക്കറ്റിലുള്ള എവരി, എല്ലാ ആപ്പിൾസിനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ എന്താണ്, യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആയിട്ടുള്ള ഫോർ എവരി ആണ്. ഫോർ എവരി ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? there existും ഫോർ എവരിയും അല്ലെ, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിയേ, a statement with an existential quantifier is typically of the form there exists an element in capital X for which the property P holds. Okay, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ അടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഫോം ആണിത്. കണ്ടോ, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഉള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഫോം നോക്കിയേ, there exists an element. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറയുമ്പോൾ there exist ആണ്. അപ്പൊ ഫോം നോക്കിയേ, there exists an element in X. there exists an element in X. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, there is a rotten apple in the basket. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഇത് നോക്കുക. there exists an element in X. there exists an element in X അല്ലേ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ആപ്പിൾ ആണ്, എക്സ് എന്ന് പറയുന്നത് ബാസ്ക്കറ്റ് ആണ്. ഫോർ വിച്ച് ദി പ്രോപ്പർട്ടി പി ഹോൾസ്. പ്രോപ്പർട്ടി പി ഹോൾസ്, പ്രോപ്പർട്ടി എന്താണ്? റോട്ടൻ. ക്ലിയർ അല്ലേ? ആ S1 കണക്ട് ചെയ്യുക. ഒന്നുകൂടി ഞാൻ പറയാം, there exists an element in X for which the property P holds. ഇതാണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ അടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഫോം. ഇനി ഇതും ഈ സ്റ്റേറ്റ്മെന്റും കൂടി ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് പറയാം. there exists an element. എലമെന്റ് ഇവിടെ ആരാണ്? ആപ്പിൾ ആണ്. in X, X ഏതാണ്? ബാസ്ക്കറ്റ്. ഫോർ വിച്ച് ദി പ്രോപ്പർട്ടി പി ഹോൾസ്. പ്രോപ്പർട്ടി ഏതാണ്? റോട്ടൻ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ വരുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഫോം നോക്കാം. ഫോർ ഈച്ച് എലമെന്റ്. ഫോർ ഈച്ച് എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എവറി എലമെന്റ്, എല്ലാ എലമെന്റും വരുന്നുണ്ട്. ഫോർ ഈച്ച്, ഓരോരുത്തരും, ഓരോരുത്തരും എന്ന് വെച്ചാൽ എന്താ? എല്ലാവരും എന്നാണ് അതിന്റെ അർത്ഥം. ഫോർ ഈച്ച് എലമെന്റ് ഇൻ എക്സ്, എക്സിലുള്ള ഈച്ച് എലമെന്റിനും എന്താണ്? ദ പ്രോപ്പർട്ടി പി ഹോൾസ്, ആ പ്രോപ്പർട്ടി ഉണ്ടാകും. ഈച്ച് എലമെന്റ് എന്താണ്? ആ പ്രോപ്പർട്ടി ഉണ്ട്. ഫോർ ഈച്ച് എലമെന്റ് ഇൻ എക്സ് ദി പ്രോപ്പർട്ടി പി ഹോൾസ്. എഴുതി നോക്കിയേ, ഫോർ ഈച്ച് അല്ലെങ്കിൽ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എക്സ്
എക്സ് ഹാസ് പ്രോപ്പർട്ടി പി. ഓക്കെ അല്ലേ? നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ എഴുതി നോക്കിയേ. there exists an x belongs to x, x has property p. ഇവിടെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ നോക്കിയേ. for every x belongs to x, capital X, x has property p. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. for each element in x, എലമെന്റ് എന്താണ് ഇവിടെ? ആപ്പിൾ തന്നെയാണ്. എക്സ് എന്താണ്? ബാസ്ക്കറ്റ് ആണ്. പ്രോപ്പർട്ടി പി ഹോൾസ്, പ്രോപ്പർട്ടി എന്താണ് ഇവിടെ? റൈപ്പ്. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അപ്പൊ നമ്മുടെ ക്വാണ്ടിഫയേഴ്സ്, സ്റ്റേറ്റ്മെന്റ് വിത്ത് ക്വാണ്ടിഫയേഴ്സ് നമ്മൾ നോക്കി അല്ലെ? ക്വാണ്ടിഫയേഴ്സ് അടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നോക്കി. ഇനി ഇതിന്റെ നെഗേഷൻ നോക്കാം അല്ലെ? നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ക്വാണ്ടിഫയേഴ്സ്. സ്റ്റേറ്റ്മെന്റ് വിത്ത് ക്വാണ്ടിഫയേഴ്സ്, ക്വാണ്ടിഫയേഴ്സ് അടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ നോക്കാം. ഇവിടെ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഫോർ എവറി എലമെന്റ് ഇൻ എക്സ്, ക്യാപിറ്റൽ എക്സ്, ഫോർ വിച്ച് ദി പ്രോപ്പർട്ടി പി ഹോൾസ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ എവരി എന്ന് പറയുമ്പോൾ ഇതല്ലേ വരുന്നത്? ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്, എക്സ് ഹാസ് ദി പ്രോപ്പർട്ടി പി. അപ്പൊ അതിന്റെ നെഗേഷൻ നോട്ടസ് എങ്ങനെയാ വരുന്നത്? there exists an element in capital X such that the property P does in wholes. ഇതാണ് നെഗേഷൻ. ഇങ്ങനെയാണ് നെഗേഷൻ എഴുതേണ്ടത്. നോക്കിയേ, there exists x belongs to capital X, x doesn't have the property P. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വിത്ത് ക്വാണ്ടിഫയേഴ്സിന്റെ നെഗേഷന്റെ ഫോം വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഓൾ ആപ്പിൾ ഇൻ ദി ബാസ്ക്കറ്റ് ആർ റൈപ്പ്. ആ ബാസ്ക്കറ്റിലുള്ള എല്ലാ ആപ്പിളും എന്താണ്? റൈപ്പാണ്, പഴുത്തതാണ് അല്ലേ? എല്ലാ ആപ്പിളും റൈപ്പാണ്. നമ്മൾ എഴുതി നോക്കിയേ. ഫോർ എവരി അല്ലേ? ഓൾ ആപ്പിൾ, എല്ലാ ആപ്പിളും. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എക്സ്. ഈ ക്യാപിറ്റൽ എക്സ് എന്താണ്? ഇവിടെ ബാസ്ക്കറ്റിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്സ് എന്നാണ് ആപ്പിൾ, എക്സ് ആർ റൈപ്പ്. ക്ലിയർ അല്ലേ? എഴുതുന്നത് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിവിടെ നോട്ടസ് നോക്കാം. ഓൾ ആപ്പിൾ ഇൻ ദി ബാസ്ക്കറ്റ് ആർ റൈപ്പ്. അപ്പൊ അതിന്റെ നോട്ടസ് വരുമ്പോ ഇവിടെ ഓൾ ആപ്പിൾ എന്ന് വന്നു. അപ്പൊ അതിന്റെ നോട്ടസിൽ എന്ത് വരും? there exists an apple അല്ലെങ്കിൽ there is an apple എന്ന് വരും. ഇൻ ദി ബാസ്ക്കറ്റ് ആർ റൈപ്പ്. ഇവിടെ ആർ റൈപ്പ് ആണ്. അപ്പൊ നെഗേഷനില് ആർ നോട്ട് റൈപ്പ് എന്ന് വരും. ഞാൻ ഇതൊന്ന് എഴുതി കാണിക്കാം. there is an apple in the basket which are not ripe. ക്ലിയർ അല്ലേ? ഇവിടെ ഓൾ ആപ്പിൾ വന്ന്, അപ്പൊ ഇവിടെ എന്ത് വരും? there is an apple. ഇവിടെ എന്താണ്? ആർ റൈപ്പ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? വിച്ച് ആർ നോട്ട് റൈപ്പ്. ക്ലിയർ അല്ലേ? നമുക്ക് ഇവിടെ എഴുതാം there is an apple അല്ലെങ്കിൽ there exists an apple. അതെങ്ങനെ വരും ഇവിടെ? there exists x belongs to x, x are not ripe അല്ലെങ്കിൽ x is not ripe. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ക്വാണ്ടിഫയേഴ്സിന്റെ നെഗേഷൻ എഴുതുന്നത്. അടുത്ത നോക്കിയേ. ഈച്ച് ടേബിൾ ഇൻ ദി റൂം ഈസ് ഡേർട്ടി. ഈച്ച് ടേബിൾ ഇൻ ദി റൂം ഈസ് ഡേർട്ടി. ഈച്ച് ടേബിൾ, ഓരോ ടേബിളും എന്ന് വെച്ചാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? എല്ലാ ടേബിളും എന്നല്ല അതിന്റെ അർത്ഥം. ഈച്ച് ടേബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ടേബിളും, ആ റൂമിലുള്ള എല്ലാ ടേബിളും എന്താണ്? ഡേർട്ടി ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഫോർ എവരി അല്ലെ? ഈച്ച് ടേബിൾ എന്ന് പറയുമ്പോൾ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ഇവിടെ എന്താണ്? റൂം അല്ലേ? അപ്പൊ നമുക്കിവിടെ ക്യാപിറ്റൽ ആർ എന്ന് എടുക്കാം. എക്സ് ഈസ് ഡേർട്ടി. അതാ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആർ. ആ റൂമിലുള്ള എല്ലാ ടേബിളും ഉണ്ടാ ടേബിൾ ഈസ് ഡേർട്ടി. അങ്ങനെയാണ് എഴുതുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നോട്ട് എസ് എന്ത് വരും? നോട്ട് എസ് എന്ത് വരും?
ഈച്ച് ടേബിൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ടേബിളും. അപ്പം നോട്ടസിൽ എന്ത് വരും? ഒരു ടേബിൾ എന്ന് വരും അല്ലെ, ഒരു ടേബിൾ എന്ന് വരും. ഇൻ ദി റൂം ഈസ് ഡേർട്ടി, ഇവിടെ ഈസ് ഡേർട്ടി ആണ്, അപ്പം നോട്ടസിൽ എന്താണ്? നോട്ട് ഡേർട്ടി എന്ന് വരും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. There is a table. There is a table in the room which is not dirty. അപ്പൊ നമുക്ക് എഴുതാം there exist x belongs to R, x is not dirty. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നെഗേഷൻ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇതെന്താണ്? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വിത്ത് ക്വാണ്ടിഫയേഴ്സിന്റെ നെഗേഷൻ തന്നെയാണ്. ഇവിടെ നേരത്തെ തിരിച്ചാണ് വരുന്നത്. ഇവിടെ തുടങ്ങുന്ന നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, there exist x belongs to capital X, x has the property P. അപ്പൊ നമ്മുടെ നോട്ടസ് എന്ത് വരും? ഇവിടെ there exist ആയതുകൊണ്ട് ഇവിടെ for every വരും. For every x belongs to capital X, x doesn't have the property P. ഇവിടെ x has the property P ആയിരുന്നു, ഇവിടെ x doesn't have the property P എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, a chair in this room has a broken leg. A chair in this room, ആ റൂമിലുള്ള ഒരു ചെയറിന്റെ ലെഗ് എന്താണ്? ബ്രോക്കൺ ആണ്. അപ്പൊ ഇവിടെ ഒരു ചെയറിനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളത്. ഒരു ചെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാടാ? there exist x belongs to capital X, x has a broken leg. ആ പ്രോപ്പർട്ടി എന്ന് കറക്റ്റ് പറയണം. x has a broken leg. അപ്പൊ നമ്മുടെ നോട്ടസ് എഴുതിയിരിക്കുന്നു നോക്കിയേ, എവരി ചെയർ, ഇവിടെ എ ചെയർ, ഇവിടെ എന്താണ്? ഒരു ചെയർ ആയിരുന്നു. അപ്പൊ നോട്ടസിൽ എന്ത് വരും? എവരി ചെയർ അല്ലെങ്കിൽ ഓൾ ചെയർ അല്ലെ. എവരി ചെയർ ഇൻ ദിസ് റൂം ഡസൻ ഹാവ് എ ബ്രോക്കൻ ലെഗ്. ബ്രോക്കൻ ലെഗ് ഇല്ലെന്ന് പറയണം. ഇവിടെ എന്താണ്? ഹാസ് എ ബ്രോക്കൻ ലെഗ്. അവിടെ എന്താണ്? ബ്രോക്കൻ ലെഗ് ഉണ്ട്. അപ്പൊ നമ്മുടെ നോട്ടസിൽ എന്ത് വരും? ഡസൻ ഹാവ് എ ബ്രോക്കൻ ലെഗ്. ക്ലിയർ അല്ലേ? ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്, എക്സ് ഡസൻ ഹാവ് എ ബ്രോക്കൻ ലെഗ്. ഓക്കെ അല്ലേ? ഒരുപാട് എക്സാമ്പിൾസ് എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്ത് ചെയ്യും? തനിയെ ഓട്ടോമാറ്റിക്കലി നമുക്കിത് നെഗേഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, എനി ഇൻറ്റീജർ n സ്ക്വയർ ഗ്രേറ്റർ ദാൻ n. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. എനി ഇൻറ്റീജർ n, ഏത് ഇൻറ്റീജർ വേണമെങ്കിലും ആകാം. സ്മോൾ ലെറ്റർ n എന്താണ്? എനി ഇൻറ്റീജർ, ഏത് ഇൻറ്റീജർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അവിടെ ഫോർ എവരി, എല്ലാ ഇൻറ്റീജറും എന്നാണ് അതിൻ്റെ അർത്ഥം. എനി ഇൻറ്റീജർ സ്മോൾ ലെറ്റർ n സ്ക്വയർ ഗ്രേറ്റർ ദാൻ n അല്ലേ. എന്നിന്റെ സ്ക്വയർ എന്താണ്? ഗ്രേറ്റർ ദാൻ n. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതിയത്? ഫോർ എവരി n ബിലോങ്സ് ടു z. ഇവിടെ z എടുത്ത് എന്താണ്? ഇൻറ്റീജറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ z വെച്ചിട്ടല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ z എടുത്തത്. ബ്രാക്കറ്റിൽ n സ്ക്വയർ ഗ്രേറ്റർ ദാൻ n. അപ്പൊ നമുക്ക് നോട്ട് എസ് എഴുതാം. ഇവിടെ എനി ഇൻറ്റീജർ, എനി എന്ന് പറയുമ്പോൾ ഫോർ എവരി അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? ദെയർ അല്ലെ, ദെയർ എക്സിസ്റ്റ് ആൻ ഇൻറ്റീജർ, അല്ലെങ്കിൽ there is an integer n സ്ക്വയർ ഗ്രേറ്റർ ദാൻ n ആണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ സൈൻ ആണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നും കൂടെ എഴുതണം. ലെസ് ദാൻ എന്ന് മാത്രം എഴുതരുത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം, there exist n belongs to capital Z, ബ്രാക്കറ്റിൽ n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഈച്ച് സ്റ്റുഡൻറ് ഇൻ ദി ക്ലാസ് ഈസ് അറ്റ്ലീസ്റ്റ് 5 feet tall. ഈച്ച് സ്റ്റുഡൻറ്, ഓരോ സ്റ്റുഡൻറ്റും എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സ്റ്റുഡൻറ്റും ആ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈസ് അറ്റ്ലീസ്റ്റ് 5 feet tall അല്ലെ, അറ്റ്ലീസ്റ്റ് 5 feet tall ആണ്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ഈച്ച് സ്റ്റുഡൻറ്റ്, അപ്പം നമുക്ക് എന്ത് പറയാം, there exists a സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ there is a student, there is a student in the class which is not, അല്ലെ which is not എന്ന് പറയല്ലോ, which is not at least 5 feet tall, at least 5 feet tall, അല്ലെ ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുന്ന. ഇതിലും കുറച്ചും കൂടി കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഇത് ഞാൻ എഴുതാം. there exist, x belongs to capital X, ഹൈറ്റ് അല്ലെ, എക്സിൻ്റെ ഹൈറ്റ് എന്താണ് ഇവിടെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് നമ്മൾ ലെസ് ദാൻ എന്ന് എഴുതണം. 5 feet. ഓക്കെ അല്ലേ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, all students in this room are bright. For every x belongs to capital X, x is bright. All students in this room are bright. അപ്പോൾ നോട്ടീസ് എങ്ങനെ എഴുതാം, there is a student in this room are not bright, അല്ലെ, are not bright. അപ്പം ഗ്രാമർ കറക്റ്റ് ചെയ്ത് കുറച്ചും കൂടി അടിപൊളിയാക്കി നിങ്ങൾ എഴുതുക. എങ്ങനെ എഴുതാം, there exist, x belongs to capital X, x is not bright. ഓക്കെ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, every delegate in the conference was a millionaire. അല്ലേ, നമുക്കിവിടെ എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണമെന്നൊന്നുമില്ല അല്ലേ, നോട്ടീസ് എഴുതാൻ വേണ്ടിയിട്ട്. ചിലവരെന്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് കറക്റ്റ് അതിൻ്റെ നെഗേഷൻ എന്ത് വരുമെന്ന് ആലോചിച്ച് എഴുതുന്നവരുണ്ട്. അതെന്താണ് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ എന്താണ് നോട്ടീസ് എഴുതാൻ വേണ്ടി പറ്റും. ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏത് സ്റ്റേറ്റ്മെന്റ് വന്നാലും അല്ലെ അതിന് നോട്ടീസ് നെഗേഷൻ എഴുതാം. ഇനി തിരിച്ച് നോട്ടീസ് എന്നാൽ അതിൻ്റെ എസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നോക്കി എവരി ഡെലിഗേറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, there is a delegate in the conference was not a millionaire. Okay അല്ലേ, not a millionaire. there exist, x belongs to capital X, x was not millionaire. ഓക്കെ അല്ലേ. അടുത്തത്, all tables in the room are clean. for every x belongs to capital X, x is clean. എങ്ങനെ എഴുതാൻ നോട്ടീസ്, there is a table in the room which are not clean. Okay. there exist, x belongs to capital X, x is not clean. ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ പഠിച്ചത് സെൻറ്റൻസസ് എന്താണെന്ന് പഠിച്ചല്ലേ, സെൻറ്റൻസസ് പഠിച്ച് എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പഠിച്ച്, സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെ ക്വാണ്ടിഫയേഴ്സ്, സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് എന്ത് ചെയ്യും നമ്മൾ നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് പഠിച്ച്, അടുത്തായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് വിത്ത് ക്വാണ്ടിഫയേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അതിന്റെ നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് ക്വാണ്ടിഫയേഴ്സ് ആണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കിയത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇതെന്താണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ നെഗേഷൻ എങ്ങനെ വരാമെന്ന് നിങ്ങൾ ആ ഒരു ഷോർട്ട് കട്ട്, ആ ഒരു സിമ്പിൾ മെത്തേഡ് അല്ലേ, നമ്മളിപ്പോൾ സിമ്പിൾ മെത്തേഡ് ആ ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് പറഞ്ഞത്. അങ്ങനെ നോക്കാതെ
നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കറക്റ്റ് അർത്ഥം, അതിന് നേരെ ഓപ്പോസിറ്റ്, അതിൻ്റെ നെഗേഷൻ വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചെടുക്കണം. അതാണ് മെയിനായിട്ടും വേണ്ടത്. എന്നിട്ട് നിങ്ങൾ എഴുതുക. ആ രീതിയിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇവിടെ എന്താണ്, നമ്മൾ എസ് വന്നിട്ട് നോട്ടസ് ആണ് പറഞ്ഞത്. പിന്നെ നോട്ടസ് വന്നിട്ട് എസ് എഴുതാൻ വേണ്ടി ചോദിക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് എന്താണ്, ദിയർ എക്സിസ്റ്റ് വന്നിട്ട് നോട്ടസിൽ ഫോർ എവരെയൊക്കെ വരാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞൊക്കെ ചോദിക്കാം. അപ്പോൾ എല്ലാ പോസിബിലിറ്റീസും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ?